ഏക പരിശുദ്ധനായ നമ്മുടെ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. തൻ്റെ പ്രാണനെ നമുക്കെല്ലാവർക്കും വേണ്ടി വെച്ച് തന്ന ദൈവകുഞ്ഞാടായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങൾ, സ്തോത്രം. ഒരുമിച്ചുള്ള കൂട്ടായ്മ കർത്തൃനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാകട്ടെ, നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും. നമ്മുടെ ഇടയിൽ രോഗികളോ ബലഹീനരോ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ പോകുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം അവർക്കൊക്കെ വേണ്ടി അത്ഭുതത്തിൻ്റെ കരങ്ങളെ നീട്ടുമാറാകട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നാം എല്ലാവരും വിശ്വാസത്തിൽ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നവരാകുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വളർച്ചയോട് അനുരൂപപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം തുടരാമല്ലോ. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? സ്തോത്രം. താങ്ക് യു സൗമ്യ മാമ. ഇത്ര വലിയ രക്ഷ, അതിനെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നമ്മൾ ആദ്യ ദിവസങ്ങൾ മുതലേ ഈ ഭാഗങ്ങളിൽ നിന്നും പഠിക്കുന്നത് പോലെ എബ്രായ ലേഖനത്തിനകത്ത് ഏറ്റവും ചുരുങ്ങിയത് 5 മുന്നറിയിപ്പുകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ മുന്നറിയിപ്പാണ് ഈ 4 വാക്യങ്ങൾ, 2-ാം അധ്യായം 1 തൊട്ട് 4 വരെ. അവിടെയുള്ള മുന്നറിയിപ്പിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, ഒഴുകിപ്പോകുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിന്നും ഈ ലോകത്തിൻ്റെ തിരത്തള്ളലുകളിൽ പെട്ട് ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. മറ്റൊന്ന്, രക്ഷയെ ഗണ്യമാക്കാതെ പോകാനും അത് നിമിത്തം തെറ്റിയൊഴിയാത്ത കടുത്ത ന്യായവിധി അഥവാ ശിക്ഷാവിധി വരുവാനും സാധ്യതയുണ്ട്. ആ ശിക്ഷാവിധിയിലും നിങ്ങൾ അകപ്പെടരുത്. അതിന് ചെയ്യേണ്ടതെന്താണ്? 2 കാര്യങ്ങൾ. ഒന്ന്, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. 2, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകാതിരിക്കുക, അഥവാ അതിനെ അഗണ്യമായി വിചാരിക്കാതിരിക്കുക. അല്ലെങ്കിൽ പോസിറ്റീവായിട്ട്, ക്രിയാത്മകമായിട്ട് പറഞ്ഞാൽ, ഇത്ര വലിയ രക്ഷയെ അർഹിക്കുന്ന രീതിയിൽ പരിഗണനയോടെ കൈക്കൊള്ളുക, അതിന് ഊന്നൽ നൽകുക, പ്രാധാന്യം നൽകുക. ഇപ്പൊ 2 താക്കീതുകളും അതിന് 2 പരിഹാരങ്ങളും 2 വീഴ്ചയ്ക്കുള്ള സാധ്യതകളും സംഭവിക്കാതിരിക്കുന്നതിനുള്ള 2 പരിഹാര മാർഗങ്ങളും.
പിന്നീട് ആ രക്ഷയുടെ ഒരു തുലനതയാണ് പഴയ നിയമ വചനത്തോട്, തിരുവെഴുത്തുകളോട് അതിനെ ഉപമിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലി ചരിത്രത്തിൽ നിന്ന് അനുസരണക്കേടിന് സംഭവിച്ച, ദൈവം കൊടുത്ത, ദൈവം വിധിച്ച ശിക്ഷാവിധികളെക്കുറിച്ച് പ്രസ്താവിച്ചുമിരിക്കുന്നു. ഇത്രയുമാണ് അതിൻ്റെ ഉള്ളടക്കം. അതിൽ നാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ വിഷയം, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത് എങ്ങനെയാണ് നാം അത് മനസ്സിലാക്കുന്നത്? അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് രക്ഷയെ അവഗണിക്കുവാൻ എങ്ങനെ കഴിയും, എന്തെല്ലാം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ എങ്ങനെയെല്ലാമാണ് രക്ഷയെ അവഗണിക്കുക എന്നതാണല്ലോ നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രക്ഷ എന്നത് തന്നെയാണ്. ഈ ലോകത്തിൽ 2 തരം ആൾക്കാരാണുള്ളത്. പല നിലകളിൽ നമുക്കതിനെ വിഭജിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് ഒന്നാമത്തെ കൂട്ടർ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരാണ്. മറ്റേ രണ്ടാമത്തെ കൂട്ടർ രക്ഷിക്കപ്പെട്ടവരും. ഇങ്ങനെ 2 കൂട്ടരല്ലാതെ വേറെ ഒരു കൂട്ടർ, മൂന്നാമതൊരു സംഘം ലോകത്തിലില്ല. The human population can be divided only into 2. There are different 2 divisions in the Bible, but in relation with our studies now, we can classify them as the unregenerated and regenerated. The born again Christians or born again people of God, and those who are not born again, or the forgiven people and the unforgiven sinners. ഇങ്ങനെ പല തരത്തിൽ വിഭജിക്കാനുമായിട്ട് സാധിക്കും. അതിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ രക്ഷയുടെ പൂർണ്ണത പ്രാപിക്കുക എന്നത്. അർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെ. The most important thing in the lives of those who are unregenerated, unsaved, unborn in relation with new birth is salvation, repentance, മാനസാന്തരം അഥവാ രക്ഷിക്കപ്പെടുക എന്നതാണ് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് ആ രക്ഷയുടെ പൂർണ്ണതയാണ്. The most notable thing, important thing in the lives of those who are born again is the perfection of salvation, consummation of that salvation, ആ രക്ഷയുടെ പൂർണ്ണത. ഇപ്പൊ 2 പേരെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രക്ഷയാണ്. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയുടെ
കൈമോശം നിമിത്തമുണ്ടാകുവാനുള്ള കടുത്ത ശിക്ഷാവിധി, രക്ഷിക്കപ്പെട്ടവർക്ക് അത് നിമിത്തം ലഭിക്കുവാനിരിക്കുന്ന, അവർ പ്രാപിപ്പാനിരിക്കുന്ന അതിശ്രേഷ്ഠമായ അനുഭവം. ഈ വസ്തുതകളെ എടുത്തു കാണിച്ചുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, ഇത്ര വലിയ രക്ഷയെ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു കൂട്ടരുണ്ട്, എന്നാൽ അവരെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ അത് വിലയേറിയതാണെന്ന് കരുതി സ്വീകരിച്ചവർ അവരുടെ ജീവിതയാത്രയിൽ അതിനു വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുന്ന പാപമുണ്ട്. അതിനെതിരായിട്ടാണ് ഇവിടെ നമുക്ക് താക്കീത് നൽകപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ടു, ഈ രക്ഷയെ ഉപേക്ഷിക്കുന്ന പാപത്തിനെതിരായിട്ടല്ല, ഈ രക്ഷയെ വേണ്ട പരിഗണനയോടെ കൈക്കൊള്ളാതിരിക്കുന്ന അവഗണനയ്ക്കെതിരെ, അലസതയ്ക്കെതിരെ ഉള്ള താക്കീതാണ് നമുക്കിവിടെ നൽകപ്പെടുന്നത്. അതെങ്ങനെയാണ് രക്ഷിക്കപ്പെട്ട ഒരാൾ ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത് എന്നാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്നും ഒരു കാര്യമാണ്. കാരണം ഇസ്രായേലിയ ചരിത്രം ഇവിടെ അപ്പോസ്തലൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുവാനുമുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്കതായ പ്രതിഫലം എന്ന് വെച്ചാൽ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി പ്രാപിക്കുകയും ചെയ്തുവെങ്കിൽ. അപ്പോൾ ആ രണ്ടാമത്തെ വാക്യം പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചും അവർക്ക് നൽകപ്പെട്ട നമ്മുടെ പഴയ നിയമത്തെക്കുറിച്ചുമാണ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇസ്രായേൽ അവർക്ക് രക്ഷയ്ക്കായി, അവരുടെ വീണ്ടെടുപ്പിനായി നൽകപ്പെട്ട ദൈവവചനത്തെ അവഗണിച്ചതിനാൽ, അനുസരണക്കേട് കാണിച്ചതിനാൽ, ലംഘനം കാണിച്ചതിനാൽ അവർക്ക് തെറ്റിയൊഴിയാനൊക്കാത്ത ദൈവീക ശിക്ഷാവിധി വന്നത് സത്യമാണെങ്കിൽ, നമുക്കും ആ ദൃഷ്ടാന്തം എടുത്തു പറഞ്ഞുകൊണ്ട് നാം എങ്ങനെ തെറ്റിയൊഴിയും എന്ന് പറഞ്ഞിരിക്കുന്നു. അഥവാ നമുക്കതിൽ നിന്ന്, ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റിയൊഴിയാൻ കഴിയുകയില്ല എന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് എന്ന് ഇസ്രായേൽ ചരിത്രത്തിൽ നിന്ന് കണ്ട ഒരു കാര്യമായിരുന്നു ഇന്നലെ ഒടുവിലായിട്ട് നമ്മൾ പരാമർശിച്ചത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ഒന്നുമില്ല. എങ്കിൽ നമുക്ക് ഇന്നലെ ഒടുവിൽ പറഞ്ഞു നിർത്തിയ വേദഭാഗം ഒന്ന് വായിച്ചുകൊണ്ട് മുൻപോട്ട് തുടരാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാമത്തെ അധ്യായം, അതിൻ്റെ 6-ാമത്തെ വാക്യം. 1 Corinthians 10:6. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും മതി. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം, 11. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക്
ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ മതി മതി മതി. നമ്മൾ വായിച്ചു അതിൻ്റെ 6-ാമത്തെയും 11-ാമത്തെയും വാക്യങ്ങളിൽ ഇസ്രായേലിന് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. അതുതന്നെയാണ് ഇബ്രായ ലേഖനകർത്താവും 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത്. 3-ാമത്തെ അധ്യായം, 4-ാമത്തെ അധ്യായം ഒക്കെ ഇതേ ബുദ്ധിയുപദേശത്തിൻ്റെ അല്ലെങ്കിൽ ദൃഷ്ടാന്തത്തിൻ്റെ ആവർത്തനങ്ങളാണ്. എന്താ അവർക്ക് സംഭവിച്ചതെന്ന് നമ്മൾ ഇന്നലെ ഒടുവിൽ ഓടിച്ചൊന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ 10-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇസ്രായേൽ മിസ്രയീം വിട്ടു. എക്സോഡസ് ഫ്രം ബോണ്ടേജ് ഇൻ ഈജിപ്റ്റ്. മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്നുള്ള പുറപ്പാട്, സ്വാതന്ത്ര്യം. 400 വർഷത്തെ നീണ്ട അടിമത്വത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു. നമ്മൾ പാട്ടുമൊക്കെ പാടാറുണ്ട്, പാപത്തിൻ്റെ ചങ്ങലയിൽ നാമും ബന്ധിക്കപ്പെട്ടിരുന്നു, എന്നാൽ ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിച്ചു. പൊതുവെ ഒരു ടൈപ്പോളജിയൽ വേദപുസ്തക പഠനത്തിലെ ഒരു പഠന ശാഖയാണ് ടൈപ്പോളജി. പ്രതിരൂപകമായ പഠനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിരൂപക പഠനമാണിവിടെ. മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ വിടുവിക്കപ്പെട്ടതുപോലെ ഈ ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും അടിമത്വത്തിൽ നിന്ന് നമ്മളും വിടുവിക്കപ്പെട്ടു. അവർ മരുഭൂമിയിലും ചെങ്കടലിലും കൂടെ സ്നാനമേറ്റു മോശയോട് ചേർന്നതുപോലെ നാമും വെള്ളത്തിലും ആത്മാവിലും സ്നാനമേറ്റു നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നു. ഇവിടെ ഇസ്രായേൽ മന്നായും തിന്നു, പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളവും കുടിച്ചു. അതിനെ വേണമെങ്കിൽ നമുക്ക് തിരുവത്താഴത്തോട് ഉപമിക്കാം. പ്രത്യേകിച്ച് നമ്മോട് വായിക്കുന്നു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പം ക്രിസ്തുവിനെ ഇവിടെ അടിക്കപ്പെട്ട പാറയെന്നും പിളർക്കപ്പെട്ട പാറയെന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ക്രൈസ്റ്റ് ഈസ് the rock that cleft for us, the rock that was striken. നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട പാറ, നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറ. ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലം. സ്തോത്രം. പക്ഷേ നമ്മൾ വായിക്കുന്നു, ഭീകരമായ കാര്യമാണ് 5-ാമത്തെ വാക്യത്തിലുള്ളത്. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വേഴ്സ് 5. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മരുഭൂമിയിൽ ദൈവം അവരെ തള്ളിയിട്ട് കളഞ്ഞു. നമുക്ക് ചരിത്രമൊക്കെ അറിയാം. 6 ലക്ഷം പുരുഷന്മാർ, 20 വയസ്സിന് മുകളിലേക്കുള്ള ഇസ്രായേലിയർ 6 ലക്ഷം.
20 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരെയോ സ്ത്രീകളിൽ ആരെയുമോ അവിടെ എണ്ണിയിട്ടില്ല. 20 വയസ്സ് മുതൽ മുകളിലേക്കുള്ള പുരുഷന്മാരുടെ സംഖ്യ മാത്രമാണ് 600,000. 6 ലക്ഷം. ഒക്കെ നമുക്കറിയാവുന്ന കാര്യം. ആ 6 ലക്ഷത്തിൽ കേവലം 2 പേർ മാത്രമേ കനാനിൽ എത്തിയിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ബാക്കി 6 ലക്ഷത്തിൽ നിന്ന് 2 മാറ്റാനായിട്ട് പോകുന്നതിനേക്കാൾ ഒന്നടങ്കം 6 ലക്ഷമെന്ന് തന്നെ അങ്ങ് പറയുന്നതായിരിക്കും എളുപ്പം. അതുകൂടാതെ ബാക്കിയുള്ള സ്ത്രീകളും പല മക്കളും ഒക്കെ ഉൾപ്പെടെ ഉള്ളവർ മരുഭൂമിയിൽ 38 വർഷം കൊണ്ട് പട്ടുപോയി. മോശയും അഹരോനും മിരിയാമും വരെ അതിൽ ഉൾപ്പെടും. കനാനിലെത്താതെ മരുഭൂമിയിൽ മരിച്ചുപോയവർ. സ്വാഭാവികമായി മോശയെയും അഹരോനെയും ഒക്കെ പോലെ മരിച്ചവരുമുണ്ട്. കൂടാതെ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയാൽ കൊല്ലപ്പെട്ടവരുമുണ്ട്. പോകട്ടെ, അതൊന്നും ഇവിടെ നമുക്ക് പ്രസ്താവിക്കുന്നതിനുള്ള സമയമില്ല. അവർക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് മിസ്രയീം വിട്ടെങ്കിലും ചെങ്കടൽ കടന്നെങ്കിലും മോശയോട് ചേർന്നെങ്കിലും മന്ന കഴിച്ചെങ്കിലും പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് കുടിച്ചെങ്കിലും ദൈവവചനം ഭരമേൽപ്പിക്കപ്പെട്ടെങ്കിലും ദൈവസാന്നിധ്യം കൂടെ നടന്നെങ്കിലും അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ദൈവം ചെയ്തെങ്കിലും അവർ കനാനിലെത്താതിരുന്നത്, വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരുന്നത്? അതിനുള്ള പാപങ്ങളെ നാം ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, 5-ാം വാക്യത്തിൻ്റെ ഒടുവിൽ നമ്മൾ കണ്ടു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ദുർമോഹം. അവരുടെ ദുർമോഹം എന്തായിരുന്നു? ഇന്നലെ നമ്മൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയതാ. They were craving for temporal pleasures. ജയകുട്ടിജാൻ എന്താ പറയാൻ മതിയായിരുന്നല്ലോ? ഞാൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതെ അതെ, അതാണ് അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ജനം തിന്മാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. God was providing them everything miraculously. God was providing them, or God was blessing them with heavenly blessings. മന്നായിക്ക് വേദപുസ്തകം കൊടുക്കുന്ന പേര് ശക്തന്മാരുടെ ഭോജനം, ദൂതന്മാരുടെ ആഹാരം, സ്വർഗീയമായ ആഹാരം എന്നൊക്കെയാണ്. Manna is called in the Bible a heavenly food, divine food, food of the mighty. But they were not satisfied. Then again they were longing for their carnal cravings. Carnal cravings. അവരുടെ ജഡീകമായ മോഹങ്ങൾക്ക് വേണ്ടി അപ്പോഴും അവർ മുറവിളി കൂട്ടുകയായിരുന്നു. അതവരുടെ പാപ കാരണമായി. ഇതുപോലെ നാമും ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത് എങ്ങനെയെന്നാണ് കണ്ടത്. ദൈവം നമുക്ക് നൽകിയ രക്ഷയിൽ സന്തോഷിക്കുവാനും തൃപ്തരാകുവാനും കഴിയാതെ താൽക്കാലികമായ സുഖങ്ങൾക്ക് ജഡീകമായ താൽപ്പര്യങ്ങളാൽ
വശംവദരായിത്തീരുന്ന അവസ്ഥ. Not satisfied with the salvation experience. നമുക്ക് ദൈവം ഇനി വേറെ ഒന്നും തന്നില്ലെങ്കിലും, കഴിക്കാൻ ആഹാരം കിട്ടിയില്ലെങ്കിലും, ദാഹജലം പോലും നമുക്ക് നിഷേധിക്കപ്പെട്ടാലും, വസ്ത്രമില്ലാതെ നഗ്നരായി കഴിയേണ്ടി വന്നാലും, സൗഖ്യമില്ലാത്ത ശരീരമുള്ളവരായിരുന്നാലും, നമുക്ക് ഇതിനെല്ലാം അതീതമായി ലഭിച്ച രക്ഷയിൽ സന്തോഷിപ്പാൻ സാധിക്കണം. പക്ഷേ നമുക്ക് സൗജന്യമായി നൽകപ്പെട്ട രക്ഷാദാനത്തിൽ സന്തോഷിക്കാൻ കഴിയാതെ ഭൗതികമായ താല്പര്യങ്ങളിൽ, ജഡീകമായ മോഹങ്ങളിൽ കഴിയുന്നവരാണെങ്കിൽ നാം എന്ത് ചെയ്യുന്നവരാണ്? രക്ഷയെ അവഗണിക്കുന്നു. ഇത്ര വലിയ രക്ഷയെ അവഗണിക്കുന്നവരാണ്. സ്തോത്രം. ഇന്ന് നല്ല ശതമാനം ക്രൈസ്തവരും പെന്തക്കോസ്തുകാരും പ്രസംഗകരും ഈ വകുപ്പിൽപ്പെടുന്നവരാണെന്ന് ദുഃഖത്തോടെ പറയട്ടെ. അതായത് Christ is a means or Christ is the end for us? Is Christ a means to acquire material abundance, temporal and casual pleasures, or Christ is our final end? എന്താണ് ശരി? നമ്മുടെ മോഹനിവൃത്തിക്ക് വേണ്ടി, നമ്മുടെ ജഡീക താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ക്രിസ്തു ഒരു മാധ്യമമാണോ? അതോ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവാണോ ആത്യന്തികമായ ലക്ഷ്യം? ക്രിസ്തു നമ്മുടെ ലക്ഷ്യമോ അതോ നമ്മുടെ ഭൗതികമായ, താൽക്കാലികമായ, ജഡീയമായ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു മാർഗമോ? This is very vital question. For a lot of so-called Christians today, Christ is just a means. It's very unfortunate. ഇന്ന് നല്ല ശതമാനം പ്രസംഗകരും ജനത്തെ വഴിതെറ്റിക്കുന്നു. യേശുക്രിസ്തു, ഭക്തി, പ്രാർത്ഥന, ആരാധന, സുവിശേഷ വേലയുടെ പേരിൽ സാമ്പത്തികമായിട്ട് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാം തന്നെ അവരുടെ ജഡീകമായ കൊതി തീർക്കുന്നതിനുള്ള എളുപ്പവഴികളായി ജനം അവതരിപ്പിക്കുന്നു, പ്രസംഗകർ അവതരിപ്പിക്കുന്നു, പ്രവാചകന്മാർ അവതരിപ്പിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൂക്കോസ് 12:13 വാക്യമാണ്. ഒന്ന് വായിക്കുമോ? ലൂക്ക് 12:13. Someone in the crowd said to him, "Teacher, tell my brother to divide the inheritance with me." Yeah, next verse. But he said to him, "Man, who made me a judge or arbitrator over you?" And he said to them, "Take care and be on your guard against all covetousness, for one's life does not consist in the abundance of his possession." See, here a man is making Jesus a means to his
covetous desires. ഇവിടെ യേശുക്രിസ്തുവിനെ ഈ ബാല്യക്കാരൻ, ഈ യൗവനക്കാരൻ തൻ്റെ വ്യാമോഹങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാധ്യമമായിട്ട് കാണുകയാണ്. Christ is just a means for him. Of course, Christ is the means to God. Christ is the means to salvation. But rather, Christ himself is salvation, that we have already seen. But here, it has nothing to do with heaven, heavenly things, God, and divine things. But just for naked materialism, godless materialism. So this particular man was making Christ a very shortcut for his naked, godless materialism. ദൈവരഹിതമായ ഭൗതികവാദത്തിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി ഈ മനുഷ്യൻ യേശുവിനെ ഒരു കുറുക്കുവഴിയായിട്ട് കണ്ടു. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ സഹോദരനോടൊന്ന് പറ, ഞാനുമായിട്ട് സമ്പത്ത് പങ്കിടാൻ. അപ്പൻ മരിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല, ഒരുപക്ഷെ മരിച്ചതാകാം. കുടുംബസ്വത്ത് പങ്കുവെക്കുന്നതിലെ ഡിസ്പ്യൂട്ട്, എന്തോ കലഹം, എതിരഭിപ്രായങ്ങളാകാം, ഒരുപക്ഷെ, അറിയില്ല എന്തോ. ഏതായാലും ചേട്ടനും അനിയനും തമ്മിൽ, സഹോദരൻ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം, ചേട്ടനും അനിയനും തമ്മിൽ സാമ്പത്തിക വിഷയത്തിൽ എന്തോ അസ്വാരസ്യം. യേശുവിനോട് ഒന്ന് പറയുക, എൻ്റെ സഹോദരനോടൊന്ന് പറ, എനിക്കുള്ളതിങ്ങ് തരാൻ, അല്ലെങ്കിൽ തനിക്കുള്ളത് കുറച്ച് ഞാനുമായിട്ട് പങ്കുവെക്കാൻ. യേശു കർത്താവിന് വളരെ വിഷമം തോന്നിയിട്ടാ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. മനുഷ്യ, അല്ലേ? സ്തോത്രം. മാൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. സി, മാൻ, മനുഷ്യ. സ്തോത്രം. കർത്താവിൻ്റെ ആ മാനസിക വ്യഥ, ആ വിയോജിപ്പ് അവിടെ വ്യക്തമാണ്. സ്തോത്രം. വിയോജിപ്പ് അവിടെ വ്യക്തമാണ്. സ്തോത്രം. ഈ മനുഷ്യനെ പോലെയാണ് പലരും. Who appointed me a judge or umpire and divider over you? സ്തോത്രം. സ്തോത്രം. യേശുക്രിസ്തുവിനെ ഇതുപോലെ ഭൗതിക ലക്ഷ്യങ്ങളുടെ പ്രാപ്തിക്കുള്ള ഒരു മാധ്യമമായോ ഒരു കുറുക്കുവഴിയായോ കാണുന്നവരാണ് ഇന്നത്തെ ക്രൈസ്തവ മണ്ഡലത്തിലെ അധികം പേര്. പുറത്തുള്ളവരെ വിട്, പെന്തക്കോസ്തുകാരെ എടുത്താൽ മതി. നാമധേയ ക്രൈസ്തവരൊക്കെ രക്ഷിക്കപ്പെട്ടവരല്ലെന്ന് പറഞ്ഞ് നമ്മൾ തള്ളുകയാണല്ലോ. വിട്ടേരെ, പോട്ടെ, അവർ പോട്ടെ, അവരെ കണക്കാക്കണ്ട. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് പറയാറുണ്ടായിരുന്ന ഒരു വാചകം കടമെടുത്താൽ, ദൈവത്തിൻ്റെ മൂത്ത മക്കളാണെന്നും പറഞ്ഞ് നടക്കുന്നവരല്ലേ നമ്മൾ. ഒരു മർത്തമയിലെ അച്ഛൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, ദൈവം പോക്കറ്റിലും ബൈബിള് കക്ഷത്തിലും എന്നും പറഞ്ഞ് നടക്കുന്നവരല്ലേ നമ്മൾ. പെന്തക്കോസ്തുകാരെ കുറിച്ച് അച്ഛൻ പറഞ്ഞതാ. അങ്ങനെയുള്ള പെന്തക്കോസ്തുകാരെ എടുത്താൽ മതി, അവരുടെ പ്രസംഗകരെ എടുത്താൽ മതി.
ജനപ്രിയരായ പ്രസംഗകരെയൊക്കെ എടുത്ത് നോക്കിക്കേ, ക്രൗഡ് പുള്ളേഴ്സിനെ എടുത്ത് നോക്കിക്കേ, നല്ല ശതമാനം അതിൽ ശരിയായി ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ച് ദൈവത്തെങ്കിലേക്ക് ജനത്തെ നടത്തുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്കൊരു ബിഗ് സല്യൂട്ട്. ഹൃദയം കൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അല്ലാതെ ഉള്ളവർ എത്ര ഉന്നതന്മാരായാലും, എത്ര വിദ്യാസമ്പന്നന്മാരായാലും, എത്ര വലിയ സഭാ നേതൃത്വത്തിലിരിക്കുന്നവരായാലും അവരോട് ആ നിലയിലെ ബഹുമാനമില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറയുന്നു. വിഷമമേ ഉള്ളൂ അങ്ങനെയുള്ളവരെ കുറിച്ച്. രക്ഷയെ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത് എങ്ങനെയെന്ന് ഇസ്രായേലി ചരിത്രത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണ്. ജഡീക സംതൃപ്തിക്ക് വേണ്ടി ആത്മീയതയെ ചാരി നിൽക്കുന്ന, ആത്മീയതയെ നിഴലാക്കുന്ന ഒരവസ്ഥ. അരുതേ, അത് രക്ഷയെ അവഗണിക്കലാണ്. ഇസ്രായേൽ ജനം അവരുടെ ഗോഡ്ലെസ് മെറ്റീരിയലിസം, ദൈവമില്ലാത്ത ഭൗതികതയെ, ദൈവമില്ലാത്ത ജഡീകതയെ, ലക്ഷറി വിതൗട്ട് ഗാഡ്, ദൈവമില്ലാത്ത ആഡംബരത്തെ, ദൈവസാന്നിധ്യത്തിൻ്റെ ആഡംബരമല്ല കേട്ടോ, സ്തോത്രം, അതാകാം നമുക്ക്. സ്തോത്രം. ദൈവം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന മന്നായിലും സംരക്ഷണത്തിലും ഒന്നും തൃപ്തരാകാതെ അവർ വീണ്ടും വേണം 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 എന്ന് ആഗ്രഹിക്കുകയും അവരാഗ്രഹിച്ചതുപോലെ കിട്ടാതിരുന്നപ്പോൾ പിറുപിറുക്കുകയും ദൈവത്തെ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു. സ്തോത്രം. ആവശ്യത്തിലധികമായിട്ടുള്ള ഭക്ഷണപ്രിയവും മാരകമായ പാപമാണെന്ന് നാം മറക്കാതിരിക്കുക. ആ അതിഭക്ഷണപ്രിയം നിത്യത നഷ്ടപ്പെടാൻ, ദൈവത്തോടൊപ്പമുള്ള നിത്യത നഷ്ടപ്പെടാൻ കാരണമായ മാരക പാപമാണെന്ന് നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം. ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ വായിക്കുന്നത് ഓർമ്മപ്പെടുത്തലിന് ഉതകും എന്ന് കരുതുന്നു. ലൂക്കോസ് 21:34, Luke 21:34. Take heed to yourselves, lest at any time your hearts be overcharged with surfeiting and drunkenness and cares of this life, and so that they come upon you unawares. Praise God. നമുക്കറിയാം, ലൂക്കോസ് 21-ാമത്തെ അധ്യായം മത്തായി 24-ാം അധ്യായം പോലെയും മർക്കോസ് 13-ാം അധ്യായം പോലെയും അന്ത്യകാലത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച, മഹാപീഡന കാലത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച ഒരധ്യായമാണ്. 32 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ഇവിടെ പറയുന്നു, ആ ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കേണ്ടതിന് 3 കാര്യങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല
എന്നാണ്. സ്തോത്രം. എന്തൊക്കെയാ? അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ. സ്തോത്രം. അതിഭക്ഷണം, debauchery and drunkenness, mundane chaos, and that day come upon you sudden. സ്തോത്രം. Carousing, giddiness. Amplified version പറയുന്നതാണ്, take heed to yourselves and be on your guard, lest your hearts be overburdened and depressed, weighed down with the giddiness and headache and nausea of self-indulgence, drunkenness and worldly worries and cares pertaining to this life. And that day come upon you suddenly like a trap or a noose. സ്തോത്രം. റോമർ 13:13 കൂടെ നോക്കിക്കാട്ടെ. റോമൻസ് 13:13. വേഗത്തിൽ. Let us walk properly as in the daytime, not in orgies and drunkenness, not in sexual immorality and sensuality, not in quarreling and jealousy. But put on the Lord Jesus Christ and make no provision for the flesh to gratify its desires. Praise God. Fleshly desires. പകൽക്കാലത്തിൽ എന്നതുപോലെ നമ്മൾ മര്യാദയായിട്ട് നടക്കണം. എങ്ങനെയാണ് മര്യാദ അല്ലാതെ നടക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഇൻ റെവലിംഗ് യ കറൗസിംഗ്. നമ്മൾ ലൂക്കോസ് 21:34 വിലക്കപ്പെട്ട 3 കാര്യങ്ങളിൽ ആദ്യത്തേതിനെ അതേ പദമാണ് ഇവിടെ റോമർ 13:13 ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. രണ്ടും ഒരേ പദമാണ്. റിവലിംഗ്, കറൗസിംഗ്, അതിഭക്ഷണം, ഇൻഡൽജൻസ്, സെൽഫ് ഇൻഡൽജൻസ്, മോഹനിവൃത്തി, ജഡത്തിന്റെ താല്പര്യങ്ങളെ നിവർത്തിക്കുക. ജഡത്തിന്റെ യാതൊരു ആഗ്രഹങ്ങൾ പോയിട്ട് ആവശ്യങ്ങൾ പോലും നിവർത്തിക്കപ്പെട്ടില്ലെങ്കിലും നാം സന്തോഷിക്കേണ്ടത് എന്തിലാണ്? രണ്ട് കാര്യങ്ങളിൽ. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ വെച്ച് ഭക്ഷണത്തിന് അല്പം ഞെരുക്കം നേരിട്ടു. ദൈവം നേരിട്ട് കൊടുത്ത ഞെരുക്കങ്ങളാണത്. അതിനുശേഷം അവർക്ക് നിരന്തരം ആഹാരം മുടക്കിയില്ല. മന്ന എല്ലാ ദിവസവും, ശബത്ത് നാൾ ഉൾപ്പെടെ. ശബത്തിൽ മന്ന പൊഴിയില്ലായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് തലേദിവസം തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു ദിവസം നേരത്തെ തന്നെ ശബത്ത് നാളിലേക്കുള്ള ആഹാരം കൊടുത്തിരുന്നു. അവരെ ദൈവം പട്ടിണിക്കിട്ടില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആത്മീയ സ്നേഹിതനുമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു,
അദ്ദേഹം പാസ്റ്ററൊന്നുമല്ല കേട്ടോ, പക്ഷേ ഒരു സുവിശേഷ പ്രസംഗകനാണ്. ഔദ്യോഗികമായി നല്ല ഉയർന്ന നിലയിൽ ജോലി ചെയ്ത് വിരമിച്ച ഒരാളാണ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന്. അദ്ദേഹം പറയുകയായിരുന്നു, ദൈവം ചിലപ്പോൾ നമുക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നേരവും വേണ്ടത് തരും. തന്നില്ലെങ്കിൽ ഒരു നേരം തരുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യം ലഭിക്കുന്നതുവരെ നടക്കാൻ, ജീവിക്കാനുള്ള കൃപ തരും. ഉദാഹരണത്തിന്, ഇസ്രായേൽ ജനത്തിന് ദൈവം 40 വർഷം മന്ന കൊടുത്തുകൊണ്ടിരുന്നു എല്ലാ ദിവസവും. എന്നാൽ ഏലിയ പ്രവാചകന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ, തൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ മരിക്കാനൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവം വിളിച്ചുണർത്തി. എത്ര നേരത്തെ ആഹാരം കൊടുത്തു? ഒറ്റ ഒരു നേരത്തെ ആഹാരം. ആ ഏലിയാവിന് തന്നെ ഇതിനു മുമ്പ് കെരീത്ത് തോട്ടിൽ വെച്ചും സാരഫാത്തിലെ വിധവയുടെ വീട്ടിൽ വെച്ചും ദിവസവും, അഥവാ രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുത്ത് പാലിച്ചു. എന്നാൽ മരുഭൂമിയിലായിരുന്നപ്പോൾ ഒറ്റ നേരത്തെ ആഹാരം കൊടുത്തുള്ളൂ. പക്ഷെ അവിടെ നടന്ന സംഭവം എന്താ? ആ ഒരു നേരത്തെ ആഹാരം കൊണ്ട് 40 രാവും 40 പകലും വേറെ വെള്ളം കുടിക്കാതെയും ആഹാരം കഴിക്കാതെയും ഏലിയ പ്രവാചകന് നടക്കാനുള്ള കരുത്ത് പകർന്നു. ദൈവം ഇതാ ചെയ്യുന്നത്. എല്ലായ്പ്പോഴുമൊന്നും മന്ന രാവിലെയും വൈകിട്ടും തരണമെന്നില്ല. എന്നാൽ ഒരൊറ്റ ദിവസത്തെ ഒരൊറ്റ ഡോസ് കൊണ്ട് ഇതുപോലെ അടുത്ത ഡോസ് കിട്ടുന്നത് വരെ ആരോഗ്യത്തോടെ നടക്കാൻ, ശരീരത്തിൻ്റെ കാര്യം മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ദൈവം കൃപ തരും. അപ്പോൾ ദൈവം ഇവർക്ക് ഈ 40 വർഷങ്ങൾ ശരിയാ വെറൈറ്റീസ് ഒന്നും കൊടുത്തില്ല. ഒരേ തരത്തിലെ ആഹാരമാണ് കൊടുത്തത്. പക്ഷേ അവരുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് മതിയായതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. വായുടെ കൊതി ഒരുപക്ഷെ അവർക്ക് തീർന്നില്ല, പക്ഷെ ശരീരത്തിൻ്റെ ആവശ്യം ദൈവം നിവർത്തിച്ചു. അവരുടെ ശരീരം ക്ഷയിച്ചില്ല, കാല് വീങ്ങിയില്ല, വസ്ത്രം പോലും ജീർണിച്ചില്ല, ചെരുപ്പ് തേഞ്ഞ് പഴകിപ്പോയില്ല. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ വിചാരിക്കുന്നു 5 വയസ്സുള്ളപ്പോൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ഒരു കുട്ടി, ഇപ്പം ഇത് 35-ാമത്തെ വർഷം, ഈ 30 വർഷം നടന്നപ്പം അവൻ്റെ ചെരുപ്പ് അന്നിട്ടുകൊണ്ട് ഇറങ്ങിയത് തന്നെ ആകാനാണ് സാധ്യത. അത് തേഞ്ഞില്ലെന്ന് മാത്രമല്ല, കാലിനൊത്ത് വളരുക കൂടെ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. 3 വയസ്സുള്ളപ്പോൾ ഒരു കുട്ടി മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടതാ. അന്നിട്ട ബന്യനും വസ്ത്രമൊക്കെ ഇപ്പോഴും ഉള്ളത്. അത് പഴകിയില്ലെന്ന് മാത്രമല്ല, ഞാൻ കരുതുന്നു, എഴുതിയിട്ടില്ല ബൈബിളിലും, ഉപദേശമൊന്നും ആക്കരുത് ആരും, പക്ഷെ ഞാൻ കരുതുന്നത് അവൻ്റെ ശരീരത്തിനൊത്ത് ഈ വസ്ത്രവും വളർന്നിട്ടുണ്ടാകുമെന്നാണ്. അങ്ങനെയുള്ളതൊക്കെ അവർക്ക് കൊടുത്തിട്ടും അവര് തൃപ്തരായില്ല. പക്ഷെ അവർ വീണ്ടും മോഹിച്ചു കൊണ്ടിരുന്നു. എന്തായിരുന്നു വേണ്ടിയിരുന്നത്?
രണ്ട് പ്രധാന കാര്യങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. ഒന്ന്, അവർക്ക് ഇരുമ്പുലയായ മിസ്രയീമിൽ നിന്നും ലഭിച്ച വിടുതലിനായി അവർ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമായിരുന്നു. രണ്ട്, അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട അവർ അവകാശമാക്കാൻ പോകുന്ന കനാൻ നാടിന് വേണ്ടിയുള്ള പ്രത്യാശ അവരെ മുൻപോട്ട് നയിക്കണമായിരുന്നു. പക്ഷെ ഇത് രണ്ടും അവർക്കില്ലാതെ പോയി. മനസ്സിലായല്ലോ? സ്തോത്രം. ദിസ് വാസ് വാട്ട് God expected from them. Two particular things. One, rejoicing for the deliverance, for the exodus, for the freedom God granted them from the furnace like Egyptian slavery. ഈജിപ്തിൻ്റെ ഇരുമ്പുലയായ മിസ്രയീമി അടിമത്വത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ അവർ സന്തോഷിക്കണമായിരുന്നു. അതിനകത്ത് ദൈവം അവർക്ക് വേണ്ടി ചെയ്ത, മുൻകാലങ്ങളിൽ ചെയ്ത ഉപകാരങ്ങളെല്ലാം അവർ ഓർത്ത് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നവരും സന്തോഷിക്കുന്നവരും ആകേണ്ടിയിരുന്നു. പക്ഷെ അവരുടെ ആ സന്തോഷം ചെങ്കടൽക്കരയിലെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാരാധനയിലും ഒരു കോറസ് പാട്ടിലും തീർന്നു. ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മോശ അവരെ ഒരു സങ്കീർത്തനം പാടി ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു. മിരിയാമിൻ്റെ നേതൃത്വത്തിൽ തപ്പെടുത്ത സഹോദരിമാരും കൊട്ടി പാടി ഒരു കോറസൊക്കെ പാടി ദൈവത്തെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആരാധിച്ചു. അതോടുകൂടെ ആ സന്തോഷം തീർന്നു. പിന്നെ അവർക്ക് പരാതി തന്നെ പരാതി. പ്രിയരെ, രക്ഷയെ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്ന ഒരനുഭവം ഇസ്രായേൽ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നത് ഇതാണ്: നാം സന്തോഷിക്കേണ്ടത് എന്തിലാണ്? നമുക്ക് ലഭിച്ച വിടുതലിൽ. നമുക്ക് ലഭിച്ച ആരോഗ്യത്തിലോ സൗഖ്യത്തിലോ ജോലിയിലോ വീസയിലോ വണ്ടിയിലോ വീടിലോ ഒന്നുമല്ല. ഇതൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും മറ്റാർക്കും തരാൻ കഴിയാത്ത ഒരു വിടുതൽ, സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, സാത്താന്യ അടിമത്വത്തിൽ നിന്ന്, ദൈവക്രോധത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് ലഭിച്ചില്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ തന്നെ സന്തോഷിപ്പീൻ. പക്ഷേ ആ സന്തോഷം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ മറ്റു പലതും മോഹിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു പോകുന്നു. ഇത് രക്ഷയെ അവഗണിക്കലാണ്. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നിന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നിന്നും നാം കാണുന്നതാണ്. മറ്റൊന്ന്, അവർ സന്തോഷിക്കേണ്ടിയിരുന്നത് മുൻപോട്ട് നോക്കി അവര് എത്തിപ്പെടാൻ പോകുന്ന കനാൻ നാടിനെ ഓർത്തായിരുന്നു. അപ്പോൾ പുറകോട്ട് നോക്കി അവർ വിട്ടിട്ട് പോന്ന മിസ്രയീമിനെ ഓർത്തു. അവിടെ നിന്നും അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർത്തു. മുൻപോട്ട് നോക്കി അവർ പ്രാപിപ്പാനിരിക്കുന്ന അവകാശത്തെ ഓർത്തും സന്തോഷിക്കേണ്ടിയിരുന്നതിന് പകരം ഈ രണ്ട് സംഭവങ്ങൾക്കിടയിലുള്ള ഹ്രസ്വമായ യാത്ര, ഹ്രസ്വമായ ജീവിതത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി
ദൈവമില്ലാത്ത ഭൗതികതയ്ക്ക് വേണ്ടി അവർ കൊതിച്ചുപോയി, മോഹിച്ചുപോയി, അത് നിമിത്തം പിറുപിറുത്തുപോയി, ദൈവത്തോട് മത്സരിച്ചു. അത് കൊടുത്തപ്പോൾ അവർ അതിൽ തിന്നു കുടിച്ച് കളിപ്പാൻ എഴുന്നേറ്റു. എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അവർ പോയി. They found temporal entertainments greater than the eternal joy. നിത്യമായ സന്തോഷത്തെക്കാൾ താൽക്കാലികമായ വിനോദങ്ങളിൽ അവർ കൂടുതൽ രസിച്ചു രമിച്ചു. ആവർത്തിക്കണ്ടല്ലോ. സ്തോത്രം. നാമും എങ്ങനെയാ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത്? നമുക്ക് ലഭിച്ച പാപത്തിൽ നിന്നുള്ള വിടുതലിനെയും നമുക്ക് ലഭിപ്പാനിരിക്കുന്ന നിത്യമായ അവകാശത്തെയും ദൈവത്തോടൊപ്പമുള്ള നിത്യതയെയും ഓർത്ത് അതിൽ സന്തോഷിക്കുന്നതിന് പകരം, ആ ദൈവികമായ സന്തോഷം നമ്മെ ഉത്സാഹിപ്പിക്കുന്നതിന് പകരം ദൈവമില്ലാത്ത താൽക്കാലിക നേട്ടങ്ങളാൽ, ഭൗതികതകളാൽ ഉളവാകുന്ന വിനോദങ്ങളിൽ രസിക്കുന്ന ഒരു പാപം രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നതാണ്. അത് അപകടകരമാണ്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയും പോലെ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ലോകമനുഷ്യർക്ക്, അത് ഞാൻ കൂട്ടിച്ചേർക്കുക മനസ്സിലാക്കാൻ, ലോകമനുഷ്യർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള പാപങ്ങളുടെ ഒരു പട്ടിക അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം പറയാൻ പോയാൽ സമയം ഒത്തിരിയാകും എന്നതുകൊണ്ട് ഈ ഒരെണ്ണം മാത്രം പറഞ്ഞ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നതുകൊണ്ട് അവിടെ വിടുകയാണ്. ആ പാപങ്ങൾ മാത്രം ഒന്ന് എടുത്തു പറഞ്ഞിട്ട് പോയേക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു ദുർമോഹം. ദുർമോഹം. സ്തോത്രം. അവര് ദുർമോഹികളായിട്ട് മാറി. evil or carnal desires. Amplified version പറയുന്നത്, now these things are example, warnings and admonitions for us not to desire or crave or covet or lust after evil and carnal things as they did. സ്തോത്രം. ദുർമോഹം. 6-ാമത്തെ വാക്യത്തിലായിരുന്നു അത്. 7-ാമത്തെ വാക്യത്തിൽ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. തിന്നുക, കുടിക്കുക, കളിക്കുക, അതെങ്ങനെ വിഗ്രഹാരാധനയാകുന്നത്? This is termed as idol worship. Eating, drinking, and sporting. To dance and give way to jesting and hilarity. Jesting and hilarity.
ഇവിടെ ഒന്നും കളിക്കരുതെന്നോ വ്യായാമം അരുതെന്നോ ഒന്നുള്ള അർത്ഥമല്ല. ആ കളിയല്ല ഇവിടുത്തേത്. ഇത് കൂത്തുകളി. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറിക്കൂത്ത്. നമ്മൾ മുമ്പേ വായിച്ച റോമർ 13:13 വാക്യത്തിൽ വെറിക്കൂത്ത്. ആ കളിയാ ഇവിടെ, അല്ലാതെ സ്പോർട്സിനെ കുറിച്ചല്ല, വ്യായാമത്തെക്കുറിച്ചല്ല. അല്ലാതെയുള്ള ഡാൻസ് കളിയും ഈവൻ നമ്മുടെ ആരാധനാ യോഗങ്ങളിൽ പോലും അങ്ങനെയുള്ള സംഗതികളാണ്. വിവാഹവേദികളിലും ഇന്ന് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അങ്ങനെയുള്ള സിനിമാറ്റിക് ഡാൻസ് ഒക്കെ നമ്മുടെ ആരാധനകളിലും വിവാഹവേദികളിലുമൊക്കെ കാണാൻ ദൗർഭാഗ്യവശാലിടയായി. ദൗർഭാഗ്യമെന്ന് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും അങ്ങ് പറയുക, മനസ്സിലാക്കാൻ. സ്തോത്രം. അങ്ങനെയുള്ള കളികളെ കുറിച്ച് അവിടെ പറയുന്നത്, അങ്ങനെയുള്ള വിനോദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് വല്ലം സെൽഫ് ഇൻഡൽജൻസിൽ പെടുന്നതാണ്. പിന്നീട് അപ്പോൾ അങ്ങനെയുള്ള വിഗ്രഹാരാധന, അങ്ങനെയുള്ള ഐഡൽ വർഷിപ്പ്. സ്തോത്രം. പിന്നെ 8-ാമത്തെ വാക്യത്തിലുണ്ട് സെക്ഷൽ ഇമ്മോറാലിറ്റി, പരസംഗം, ജഡീകമായ താല്പര്യങ്ങൾ. 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. They tempted God. ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എങ്കിലൊന്ന് കാണട്ടെ എന്ന നിലയിൽ. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിലുണ്ട് മർമറിങ്, complaining, discontentedly complaining, as some of them did. അസന്തുഷ്ടരായി പരാതി പറയുന്ന അവസ്ഥയുടെ പേരാണ് പിറുപിറുപ്പ്. അസന്തുഷ്ടിയിൽ നിന്നും വരുന്ന ഒരു പ്രതികരണം, പരാതിപ്പെടൽ. അങ്ങനെയൊന്നും നാം ആകരുത്. ആയാൽ എന്ത് ചെയ്യുന്നു? രക്ഷയെ അവഗണിക്കുന്നു, രക്ഷയിൽ സന്തോഷിപ്പാൻ കഴിയാതെ പോകുന്നു. സ്തോത്രം. ഇതിനോട് ചേർത്ത് അടുത്ത ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇനി 3 മിനിറ്റേ ഉള്ളെന്ന് എനിക്കറിയാം. സ്തോത്രം. ഇപ്പൊ ദൈവം കൊടുത്ത പ്രൊവിഷൻസിൽ, ദൈവം കൊടുത്ത കരുതലുകളിൽ ഇവര് സന്തുഷ്ടരായിരുന്നില്ല. താൽക്കാലിക ജഡീക സംതൃപ്തിക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചു. ദൈവമില്ലാത്ത സുഖലോലുപതകളിൽ അവർ മതിമറന്നു. എന്നതുപോലെ നാമും ലഭിക്കുന്ന ഭൗതിക നന്മകളിൽ മതിമറന്ന് നമുക്ക് ലഭിച്ച പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയോ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ദൈവത്തോടൊപ്പമുള്ള വാസത്തെയോ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ദൈവിക ശിക്ഷാവിധിയിൽ നിന്നുള്ള വിമോചനത്തെയോ സന്തോഷത്തോടെ ഓർക്കാനും അതിൽ മതിമറന്ന് ആഹ്ലാദിപ്പാനും തൃപ്തരായിരിക്കാനും കഴിയാത്ത അവസ്ഥ രക്ഷയെ അഗണ്യമാക്കുന്നതാണ്. അതുപോലെ അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞതിനേക്കാൾ വലിയൊരു കാര്യമാണ്. എന്താ? ദേ rejected, they despised the divine presence, the literal divine presence going with them. സ്തോത്രം. അവരോടൊപ്പം യാത്ര ചെയ്ത
ദൈവ സാന്നിധ്യത്തെ അവർ നിരന്തരം അവഗണിച്ചു കൊണ്ടിരുന്നു. They had to be so much joyful that God was walking with them. God's dwelling place was among them. ദൈവത്തിൻ്റെ നിവാസം അവരോട് കൂടെയായിരുന്നു. ദൈവം അവരോട് കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇതിലായിരുന്നു അവർ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടിയിരുന്നത്. Even without acquiring the promised land, they could enjoy God's presence walking with them, dwelling among them, even while they were on the wilderness journey. But they did not. They did not. ഇനി അവർക്ക് വാഗ്ദത്ത കനാനിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും, മരുഭൂമിയിൽ മാത്രമായി അവർ ഒടുങ്ങിത്തീർന്നിരുന്നെങ്കിലും, അല്ലെങ്കിൽ അവർ അവിടം കൊണ്ട് ഒതുങ്ങിയിരുന്നെങ്കിലും, അവർക്കപ്പോഴും സന്തോഷിപ്പാൻ കഴിയുമായിരുന്ന ഒരു ഘടകമായിരുന്നു ഉലകിന് അധിപതിയായ ദൈവം അവരോട് കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അവരോടൊപ്പമുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെ അവർ നിരന്തരം അവഗണിച്ചു കൊണ്ടിരുന്നു. അതിനവർ യാതൊരു മാന്യതയും കൊടുത്തില്ല. എന്നാലും ദൈവം അവരോട് കൂടെ യാത്ര ചെയ്തു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും രക്ഷയെ നാം ഗണ്യമാക്കാതെ പോകുന്ന ഒരു ഘടകമാണ് നമ്മോടൊപ്പം ദൈവ സാന്നിധ്യത്തിന് വില നൽകാതിരിക്കുക, തിരുസാന്നിധ്യത്തെ അവഗണിക്കുക. അത് സംഭവിക്കരുത്. മോശ ദൈവത്തോട് പറഞ്ഞതുപോലെ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് അയക്കരുതേ. സ്തോത്രം. നമുക്ക് രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, രക്ഷകനായ ക്രിസ്തു തന്നെയാണ്. അല്ലാതെ ഒരു സ്ഥലത്തെത്തിച്ചേരുന്നതല്ല നമ്മുടെ വിഷയം. പാലും തേനും ഒഴുകുന്ന കനാനല്ല നമ്മുടെ വിഷയം. 12 തരം ഫലങ്ങൾ ഓരോ മാസവും തരുന്ന ജീവവൃക്ഷങ്ങളല്ല, ജീവജല നദിയല്ല, പുത്തനാം യെരുശലേം അല്ല നമുക്ക് ഏറ്റവും കാതലായത്. അതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ അവയേക്കാളൊക്കെ നിത്യതയിലായാലും ഇപ്പോഴായാലും നമുക്ക് പ്രധാനം എന്തുവാ? തൻ്റെ പുത്രനേക്കാൾ നമ്മെ സ്നേഹിച്ച നമ്മുടെ പിതാവായ ദൈവം, തൻ്റെ ജീവനേക്കാൾ നമുക്ക് വിലമതിച്ച പുത്രനായ ക്രിസ്തു, തൻ്റെ മുഖത്തെ തുപ്പുന്നവരുടെ മുമ്പിൽ നിന്നും മറച്ചു കളയാതെ നമ്മെ തേജസ് ഉടുപ്പിക്കുവാൻ വേണ്ടി തൻ്റെ നിത്യമായ തേജസ്സിനെ ഉരിഞ്ഞു വെച്ചിട്ട് നമ്മെപ്പോലെയുള്ള പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലായിത്തീർന്ന ക്രിസ്തു. സ്തോത്രം. എബ്രായർ 2:10 നമ്മൾ വായിക്കുന്നത് പോലെ, പിതാവായ ദൈവം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ നമ്മുടെ രക്ഷാനായകനായ ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നെന്ന്. അങ്ങനെ പിതാവായ ദൈവത്തിന് യുക്തമായി തോന്നിയ, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ, മഹത്വവൽക്കരിക്കപ്പെട്ട ക്രിസ്തുവേശുവിൻ്റെ അക്ഷരീയമായ സാന്നിധ്യമാണ് എനിക്കും നിങ്ങൾക്കും ഏറ്റവും പ്രധാനം. അതിനേക്കാൾ വലുതായി ഭൂമിയിലെ എന്തിനെയെങ്കിലും, വേണ്ട സ്വർഗത്തിലെ പോലും എന്തിനെയെങ്കിലും കാണുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നാം രക്ഷയെ അവഗണിക്കുകയാണ്. കാരണം നമുക്ക് രക്ഷകനിൽ നിന്നും രക്ഷയെ
പിളർത്തി മാറ്റാൻ കഴിയില്ല. സ്തോത്രം. ആ ഒരു രക്ഷാനുഭവത്തിൽ നമുക്ക് ലഭിച്ച ഈ സൗജന്യ രക്ഷയിൽ ഏറെ സന്തോഷിച്ചുകൊണ്ട് അതിനേക്കാൾ വലുതായി മറ്റൊന്നിനെയും കാണാതെ നമ്മുടെ കർത്താവിനോടൊപ്പമുള്ള നിത്യത തന്നെ നമ്മുടെ സ്വപ്നമായിരുന്നു കൊണ്ട് അതുമാത്രം നോക്കി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് വാക്കുകളെ ഇന്നിവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.